ഹലോ ഫ്രണ്ട്സ്, ഈ ഇടിയപ്പത്തിൻ്റെ അച്ച് നിങ്ങളുടെ കയ്യിലുണ്ടോ? എന്നാൽ നമുക്ക് ഈസി ആയിട്ട് ഇലയട ഉണ്ടാക്കാം. അപ്പം അതെങ്ങനെ ഞാൻ കാണിക്കാം. ഈ അച്ചുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് മാവ് കോരി ഒഴിക്കുകയോ പരത്തിയോ ഒന്നും ആവശ്യമില്ല. നമുക്ക് പെട്ടെന്ന് ഇലയട ഉണ്ടാക്കിയെടുക്കാം. അപ്പം ആദ്യം അതിന് വേണ്ട ഫില്ലിങ് റെഡിയാക്കാം. ചെറുപയർ ഞാൻ കുറച്ച് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറുപയർ നല്ല പ്രോട്ടീനും വിറ്റമിൻസൊക്കെ ഉള്ളതാണല്ലോ, അപ്പോൾ നമുക്ക് ഹെൽത്തിന് നല്ലതാണ്. അപ്പോൾ ഫില്ലിങ്ങിൽ ഞാൻ തേങ്ങയും ചേർക്കുന്നുണ്ട്. തേങ്ങയുടെ കൂടെ കുറച്ച് ചെറുപയർ നേരത്തെ വേവിച്ചെടുത്തു. അപ്പോൾ ഒരു ചെറിയ ബൗള് തേങ്ങ ചെറിയതും കൂടി അതിൻ്റെ കൂടെ ചേർത്തു. ഇതിനാവശ്യമുള്ള മധുരം ശർക്കര ഞാൻ നേരത്തെ കുറച്ച് കട്ടിയായിട്ട് തന്നെ പാനിയാക്കി അരിച്ചെടുത്തതാണ്. അപ്പോൾ അത് ആവശ്യത്തിന് മധുരത്തിന് ആവശ്യത്തിനുള്ള ശർക്കര പാനിയും കൂടി ഇതിൻ്റെ കൂടെ ചേർക്കണം. ചേർത്ത് ഇത് മൂന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് തിളച്ച് ഈ ശർക്കര പാനി വറ്റി അതിൻ്റെ കൂടെ മിക്സ് ആവണം. തേങ്ങയും ചെറുപയറിൻ്റെയും കൂടെ ഈ ശർക്കര നന്നായിട്ട് മിക്സായി കിട്ടണം. അപ്പം അതുവരെ നമ്മൾ അടുപ്പത്ത് വെച്ച് ചൂടാക്കി ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഞാൻ ഒരു നേന്ത്രപ്പഴം ചെറിയ കുഞ്ഞു കഷ്ണങ്ങളാക്കി എടുത്തു. അപ്പോൾ അതും കൂടി ചേർത്തു. അപ്പോൾ നേന്ത്രപ്പഴം കൂടി ആകുമ്പോൾ നമുക്ക് ഹെൽത്തിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഫില്ലിങ് നിങ്ങൾ റെഡിയാക്കി ഇലയട ഉണ്ടാക്കി നോക്കണേ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത് ഒരു 2 പിഞ്ച് അതും കൂടി ചേർത്തു. അത് ഈ ചെറുപയർ ചേർക്കണോണ്ട് ജീരകപ്പൊടി അതിൻ്റെ മണത്തിനും കൂടിയാണ്. ഏലക്കപ്പൊടി 2 പിഞ്ച് അതും കൂടി ചേർത്തു ആവശ്യത്തിന്. ഇതിൻ്റെ ഉപ്പ് ചേർക്കണില്ല, നമ്മൾ നേരത്തെ തന്നെ മാവിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇലയടയ്ക്കുള്ള ഇടിയപ്പത്തിൻ്റെ മാവ് ഞാൻ നേരത്തെ തിളപ്പിച്ച വെള്ളം ഒഴിച്ച് ഉപ്പും ചേർത്ത് കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് നന്നായിട്ട് കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫില്ലിങ് നമ്മൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുത്ത് ആ ശർക്കര നന്നായിട്ട് വറ്റി ഇതിൻ്റെ കൂടെ മിക്സ് ആകണം. അപ്പോൾ എല്ലാം കൂടി മിക്സായി കഴിഞ്ഞ് നമ്മൾ ഇറക്കി ചൂടാറാൻ വെക്കുക. ചൂടാറാൻ വെച്ച് കഴിഞ്ഞ് മാവ് ഞാൻ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇടിയപ്പത്തിൻ്റെ പൊടി തന്നെ ഞാൻ തിളച്ച വെള്ളം വെളിച്ചെണ്ണയും ആവശ്യത്തിലുള്ള ഉപ്പും കൂടി ചേർത്ത് ഞാൻ കുഴച്ച് വെച്ചതാണ്. നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ച് വെക്കുക. ഇപ്പോൾ കണ്ടോ, മാവ് നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഇലയടയ്ക്കുള്ള മാവ് റെഡിയായി. ഫില്ലിങ് നമ്മൾ നേരത്തെ തന്നെ ചൂടാറാനും വെച്ചിട്ടുണ്ട്. അപ്പോൾ ചൂടാറിക്കഴിഞ്ഞു. പിന്നെ നമുക്ക് ഇലയട ഉണ്ടാക്കാം. അപ്പോൾ ആദ്യമേ നമ്മൾ നേരത്തെ ഞാൻ കാണിച്ച ആ ഇടിയപ്പത്തിൻ്റെ അച്ചിൽ ഈ മാവ് മുഴുവൻ നിറച്ചെടുക്കണം. അപ്പോൾ സാധാരണ നമ്മൾ ഇടിയപ്പം പിഴിയാനായിട്ട് നമ്മൾ നിറയ്ക്കണ പോലെ തന്നെ മാവ് മുഴുവൻ നിറച്ച് ഫില്ലിങ് ചെയ്യുക. ഇപ്പോൾ ഇല ഞാൻ വാട്ടണില്ല, ഈ പച്ച ഇലയിൽ തന്നെ ഞാൻ ഇത് പിഴിഞ്ഞ് ആ ഫില്ലിങ് വെച്ച് നമ്മൾ ഇലയട വേവിച്ചെടുക്കാണ്. ഇച്ചിരി ആദ്യമേ ഇലയിൽ കുറച്ച് വെള്ളം തൊട്ട് ഇങ്ങനെ എല്ലാം തുടച്ചെടുത്തു. എന്നിട്ട് ഈ ഇടിയപ്പം പിഴിയണ ആ രീതി റൗണ്ടായിട്ട് നമ്മൾ ഇലയുടെ ഇങ്ങനെ കൈ കൊണ്ട് പറത്തുന്ന രീതിയിൽ തന്നെ നമ്മൾ ഈ ഇടിയപ്പം പിഴിഞ്ഞ് റൗണ്ടായിട്ട് പിഴിഞ്ഞെടുക്കുക. എന്നിട്ട് അതിൻ്റെ ഒരു ഭാഗത്ത് നമ്മൾ ഫില്ലിങ് വെച്ച് ഒന്ന് ചെറുതായിട്ട് ഒന്ന് പറത്തി കൊടുക്കുക. പറത്തി കൊടുത്തു കഴിഞ്ഞ് ആ രണ്ടായിട്ട് മടക്കി നമ്മൾ സാധാരണ ഇലയുടെ മടക്കി വേവിക്കണ പോലെ തന്നെ ഇതുപോലെ മടക്കി കൊടുക്കുക. ഒട്ടും ആ ഫില്ലിങ് പുറത്തേക്ക് ഒന്നും വരില്ല, അതിൻ്റെ ശർക്കരയോ മധുരമോ ഒന്നും പുറത്ത് വരില്ല. അപ്പോൾ ഈ രീതിയിൽ നമ്മളിങ്ങനെ രണ്ടായിട്ട് ഇങ്ങനെ മടക്കുമ്പോൾ തന്നെ അത് കറക്റ്റ് ലെവലായിക്കോളും. ഒട്ടും കട്ടിയില്ലാത്ത നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഇലയട നമുക്ക് ഈ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈസി ആയിട്ട് പെട്ടെന്ന് നമുക്ക് ഇതുപോലെ ഇടിയപ്പം പിഴിയണ പോലെ തന്നെ പിഴിഞ്ഞ് അതിൻ്റെ ഇങ്ങനെ സെൻറ്ററിൽ ആവശ്യത്തിനുള്ള ഫില്ലിങ് കൂടി വെച്ച് നമ്മൾ മടക്കി ആവിയിൽ വേവിക്കാവുന്നതാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഞങ്ങൾ ഇത് ഉണ്ടാക്കി കഴിച്ചു നോക്കിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഇടുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ രീതിയിൽ ഇതുപോലെ ഇലയട ഉണ്ടാക്കി കഴിച്ചു നോക്കണേ. ഇതിൻ്റെ ഉള്ളിൽ വെച്ച ഫില്ലിങ് ചെറുപയറും നേന്ത്രപ്പഴം എല്ലാം ശർക്കരയും എല്ലാം കൂടി ആയതുകൊണ്ട് അത് നമുക്ക് ഹെൽത്തിന് നല്ലതാണ്, ആരോഗ്യത്തിന് നല്ലതാണ്. ചെറിയവർ മുതൽ പ്രായമായവർ വരെ എല്ലാവർക്കും കഴിക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇലയടയാണ്. അപ്പോൾ ഞാനിത് വാട്ടാതെ തന്നെ പച്ച ഇലയിൽ ഇതുപോലെ മടക്കി ഇഡ്ഡലി പാത്രം ഉണ്ടായുള്ളൂ. അപ്പോൾ ആ ഇഡ്ഡലി പാത്രത്തിൽ വെച്ചാണ് ഞാൻ വേവിച്ചെടുക്കാറ്.
10-15 മിനിറ്റ് ഞാൻ വെച്ചുള്ളൂ ഇഡ്ഡലി. ഇപ്പോൾ ഇത് നിറച്ചും വെച്ച് അടച്ച് വെച്ച് നന്നായിട്ട് തിളപ്പിച്ചു. നന്നായിട്ട് വെള്ളം തിളച്ച് കഴിഞ്ഞാൽ കുറച്ച് തീ കുറച്ച് വെക്കുക. 15 മിനിറ്റ് മാത്രം അടുപ്പത്ത് വെച്ചാൽ മതി. പെട്ടെന്ന് വെന്ത് കിട്ടും. നേരത്തെ തന്നെ നമ്മൾ അരിപ്പൊടി തിളച്ച വെള്ളം ചേർത്ത് കുഴച്ചിരിക്കുകയാണ്. അപ്പോൾ പകുതി ഭാഗം വെന്തിരിക്കുകയാണ് ആ മാവ്. ഇതിന് നമ്മൾ ചേർത്ത മാവ് പകുതി വെന്ത മാവാണ്. അതുകൊണ്ട് കുറച്ച് മാത്രം വെന്താൽ മതിയാവും. അപ്പോൾ ഒരു 15 മിനിറ്റ് മാത്രം വെച്ചാൽ മതി. അപ്പോൾ ഇത് വേവിച്ച് ഇലയുടെയൊക്കെ റെഡിയായി. അപ്പം നിങ്ങളെല്ലാവരും ഈ രീതിയിൽ ഈ സൂത്രം ഉപയോഗിച്ച് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണേ. നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഇലയിൽ ഒട്ടും ഒട്ടിപ്പിടിക്കാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇടിയപ്പം അച്ചിൽ നമ്മൾ പിഴിഞ്ഞ് ഇലയട ഉണ്ടാക്കിയിട്ടുണ്ട്. ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഒരു തവണ ഉണ്ടാക്കി കഴിച്ചു നോക്കണേ. അപ്പം നിങ്ങളുടെ അഭിപ്രായം കമൻസിലിടണേ. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പം ഇത് ഹെൽത്തിയുമാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പം ഇങ്ങനെയുള്ള ഇലയട നിങ്ങൾ ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുത്തു നോക്കുക, അവർ കഴിച്ചോളും. ഈ രീതിയിൽ ചെയ്യുമ്പോൾ ഫില്ലിങ് ഒട്ടും മാവിൻ്റെ പുറത്തേക്ക് വരില്ല. ഓക്കേ.